are not worthy God this നാം ഒരിക്കലും യോഗ്യത ഇല്ലാതിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ദൈവത്തിന്റെ കൃപ. That is grace, my friend. ആ ദാനമാണ് ദൈവത്തിന്റെ കൃപ. Unmerited favor. അതേ സ്തോത്രം, അർഹതയില്ലാത്തവർക്ക് ലഭിക്കുന്ന ദാനം. There you need not have any qualification to have this grace. അതേ സ്തോത്രം, നാം ഈ കൃപ ലഭിക്കാൻ നമുക്ക് യോഗ്യതകളൊന്നും ഉണ്ടായിട്ടല്ല. Oh, if the grace is given only to rich people. അതേ സ്തോത്രം, പണമുള്ളവർക്ക് മാത്രമാണ് കൃപ ലഭിക്കുന്നതെങ്കിൽ we won't get it. നമുക്കത് ലഭിക്കുകയില്ല. Only for the beautiful people we won't get it. അതേ സൗന്ദര്യമുള്ളവർക്കാണ് കൃപ ലഭിക്കുന്നതെങ്കിൽ നമുക്കത് ലഭിക്കുകയില്ല. Only for the holy people we can't get it. അതേ വിശുദ്ധിയുടെ ഉറവിടമായി നിൽക്കുന്ന വ്യക്തികൾക്കാണ് കൃപ ലഭിക്കുന്നതെങ്കിൽ നമുക്കത് ലഭിക്കുകയില്ല. But God in grace and mercy says, എന്നാൽ ദൈവം നമ്മോട് കാണിച്ച മഹാദയയും ദൈവത്തിന്റെ മഹാകരുണയുമാണ് ഈ കൃപ ലഭിക്കാനായത്. whosoever you may be, നിങ്ങൾ ആര് തന്നെയായിരുന്നാലും you can have the grace of God. ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും നമുക്ക് അനുഭവിക്കാൻ കഴിയും. That's what the psalmist says in chapter 10 to 63 verse 3, thy grace is better than my life. അതുകൊണ്ടാണ് സങ്കീർത്തനം 63 വായിക്കുന്നത്, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ലഭിച്ചു. എന്റെ ജീവനിലും വലിയത്. ദൈവത്തിന്റെ കൃപ എന്റെ ജീവനിലും വലിയതാണ്. Grace is better than my life. ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവനെക്കാട്ടിൽ വലിയതാണ്. Yes, my friend, the grace is better than my life. അതേ സ്തോത്രം, ആ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവനെക്കാട്ടിൽ വലുതാണ്. ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. My friend, I told you last time when I came to Manchester, I told you how special you are. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കടന്നു വന്നപ്പോഴും ഓർമ്മിപ്പാനിടയായി നാം എത്രത്തോളം പ്രത്യേകതയുള്ളവരാകുന്നു. Our ladies are very special. അത് ഇവിടെ ആയിരിക്കുന്ന സഹോദരിമാര് വളരെ പ്രത്യേകതയുള്ളവരാണ്. God created man from the mud. അതേ സ്തോത്രം, ദൈവം മനുഷ്യനെ, അതേ സ്തോത്രം, പുരുഷന്മാരെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. If you put a mud pot down, it will break. ആ മണ്ണ് താഴെ ഇട്ടാൽ അത് പൊട്ടിപ്പോകും. But God made us from the bone. എന്നാൽ സഹോദരിമാരെ ദൈവം സൃഷ്ടിച്ചത് എല്ലുകൊണ്ടാണ്. Nobody can break your ear. ഈ എല്ലിനെ ഉടയ്ക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. സഹോദരിമാർ പ്രത്യേകതയുള്ളവരാണ്. We are strong people. We are strong people. അതേ സഹോദരിമാരെ, നിങ്ങൾ ശക്തിയുള്ളവരാണ്. Yes, my friend. When God created everything, ദൈവം എല്ലാം സൃഷ്ടിച്ചപ്പോൾ He said, good, good, good. എല്ലാം നല്ലത് നല്ലതെന്ന് കണ്ടു. Then He created man. അതേ സ്തോത്രം, എന്നിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. Then He looked at him. ആ മനുഷ്യനെ നോക്കി, Can I create something better than this man? അതേ സ്തോത്രം, ഈ മനുഷ്യനെ കാട്ടി പുരുഷനെ കാട്ടി നന്നായിട്ടുള്ള മക്കളെ തന്നെ സൃഷ്ടിക്കാമോ ദൈവം നോക്കി. Beautiful nose. നല്ല മനോഹരമായ മൂക്ക്, Beautiful hands. അതേ സ്തോത്രം, സൗന്ദര്യമുള്ള കയ്യ്, Beautiful feet. നല്ല കാല്. He looked at man. He said, good, good. അതേ മനുഷ്യനെ പുരുഷനെ നോക്കിയിട്ട് നല്ലത് നല്ലതെന്ന് He പറഞ്ഞു. said, very, very good. എന്നാൽ ദൈവം അതിനുശേഷം സൃഷ്ടിക്കപ്പെട്ട സഹോദരിമാരെ സ്ത്രീകളെ നോക്കിയിട്ട് വളരെ നല്ലതെന്ന് പറഞ്ഞു. You know what God said afterwards? എന്താണ് അതിനുശേഷം ദൈവം പറഞ്ഞത് അറിയാമോ? I won't create anything more than this. അതേ സ്തോത്രം, ഇതുപോലെ മക്കളിനെ ഇനി ഞാൻ സൃഷ്ടിക്കുകയില്ല. He stopped creating anything afterwards. അതിനുശേഷം ദൈവം സൃഷ്ടിക്കുന്നത് നിർത്തി. You are the most beautiful person in creation. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദൈവം സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിരിക്കുന്നത് സഹോദരിമാരാണ്. Don't mistake me, but every day I look at the mirror and say, Padma, you are beautiful. അതേ സ്തോത്രം, നിങ്ങള് തെറ്റിദ്ധരിക്കരുത്. കണ്ണാടി നോക്കിയിട്ട് പത്മയെ നീ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയും. You know why I say so? എന്താണ് അങ്ങനെ പറയുന്നത് I'm അറിയാമോ? created in the image of God. അതേ സ്തോത്രം, ഞാൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട
sin. അതേ സ്തോത്രം, ദൈവം എല്ലാം മനോഹരമെന്ന് കണ്ടു. എന്നാൽ ദൈവം സൃഷ്ടിക്കപ്പെട്ട തോട്ടത്തിനകത്ത് സ്ത്രീയെ ദൈവമാക്കി. She ate the fruit. അവള് അത് കഴിച്ചു. And that's why she's guilty of all the sin. അതുകൊണ്ടാണ് സകല പാപത്തെ കുറിച്ചുമുള്ള കുറ്റബോധം അവൾക്കുണ്ടാകുന്നത്. I ask a question. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ? Who ate the fruit first? ആരാണ് ആദ്യം അതേ സ്തോത്രം അത് കഴിച്ചത്? Eve, you know that, no? സ്തോത്രം ഹവ്വയാണ്. നിങ്ങൾക്ക് അറിയാമോ? Why her eyes are not open immediately? അത് പെട്ടെന്ന് അവളുടെ കണ്ണ് എന്തുകൊണ്ടാണ് തുറക്കാതിരുന്നത്? When Adam ate, only the eyes were open. അതേ സ്തോത്രം, ഹവ്വ കഴിച്ചതിന് ശേഷം മാത്രമാണ് അവളുടെ കണ്ണ് തുറന്നത്. അങ്ങനെയല്ല. After Adam ate, only eyes are open. അതേ സ്തോത്രം, ഹവ്വ കഴിച്ചതിന് ശേഷമാണ് കണ്ണ് തുറന്നത്. First Eve ate the fruit. ആദ്യമേ ഹവ്വ അത് കഴിച്ചു, but eyes are not open. കണ്ണ് തുറന്നില്ല. When Adam ate the fruit, ആദം കഴിച്ചപ്പോൾ eyes are open. കണ്ണ് തുറന്നു. You go and read the Bible. നിങ്ങൾ വചനം വായിച്ചു നോക്ക്. You know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? God gave the commandment to Adam. ദൈവം കൊടുത്ത അധികാരം, അത് കൽപ്പന ആദമിനായിരുന്നു. He should have taught his wife. അതേ സ്തോത്രം, അത് തന്റെ ഭാര്യയോട് പറയണമായിരുന്നു. So my sisters, അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, we make lot of mistake. നാം ഒത്തിരി പേരെ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുന്നു. I put the blame on the husband. Okay. എന്നാൽ അതിനെ പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ കുറ്റം ആരോപിച്ചോണം. Because they are responsible. കാരണം ഇതിനെല്ലാം കാരണക്കാര് പുരുഷന്മാരാണ്. He is responsible. അവരാണ് ഇതിന്റെ ഉത്തരവാദിത്വം. അവർ നല്ലോണം ഭാര്യയെ സൂക്ഷിക്കണം, ഇല്ലേ? അതുകൊണ്ട് അവർ നല്ലവണ്ണം ഭാര്യമാരെ സൂക്ഷിക്കണം. Yes. Then the father will make a mistake. Husband all the time blame the wife. സാധാരണ പുരുഷന്മാരെ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താലും അതിനെല്ലാം പഴിയായിരുന്നത് സഹോദരിമാരെയാണ്. But God in mercy and grace, എന്നാൽ നമ്മുടെ ദൈവം കരുണയുള്ള കൃപയുള്ള ദൈവമാണ്. He gave a promise. അവൻ നമുക്കൊരു വാഗ്ദത്തം നൽകി. The seed of a woman will bruise the serpent's head. അതേ സ്തോത്രം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. The seed of a woman. അതേ സ്ത്രീയുടെ സന്തതി. When you see in the world, ലോകത്തിൽ നമുക്കത് കാണുമ്പോൾ they say that no seed in woman, only seed is in man. അതേ സ്തോത്രം, People say only seed is in man. No seed is not in a woman. But the Bible says seed of a woman will bruise serpent's head. ലോകം നോക്കുമ്പോൾ അതേ സ്തോത്രം, സന്തതികളെ കാണുവാൻ കഴിയുന്നത് ഒരുപക്ഷെ പുരുഷന്മാരിലായിരിക്കും. എന്നാൽ വചനം പറയുന്നു അത് സഹോദരിമാരിലൂടെയാണ്. My friend, I tell you today, എന്റെ സഹോദരി, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് you പറയുന്നു, are conceived by the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ആ നിറവ് നാം പ്രാപിക്കുന്നത്. When you are conceived by the Holy Spirit, പരിശുദ്ധാത്മാവിനാൽ നാം അത് പ്രാപിക്കുമ്പോൾ you got the seed in you. അതേ സ്തോത്രം, നമ്മുടെ ഉദരത്തിനകത്ത് ആ സന്തതിയാണ് ഇരിക്കുന്നത്. The seed is the Holy Spirit word. അത് പരിശുദ്ധാത്മാവിന്റെ വിത്താണ്. When you got this Holy Spirit in you, പരിശുദ്ധാത്മാവ് നമ്മളില്ലെങ്കിൽ, when the Holy Spirit is in you, പരിശുദ്ധാത്മാവ് നമ്മളിലായിരിക്കുമ്പോൾ when the seed is in you, the word of God in you, ദൈവത്തിന്റെ വാചകമാകുന്ന വിത്ത് നമ്മുടെ അകത്തായിരിക്കുന്നു. you will bring forth babies. അതേ സ്തോത്രം, അങ്ങനെയാണ് തലമുറകളിലേക്ക് അത് പോകുന്നത്. When you bring forth babies, അതേ സ്തോത്രം, കുഞ്ഞുങ്ങളെ ആ നിലയിൽ ഉത്പാദിപ്പിക്കുമ്പോൾ it will bruise the serpent's head. അതേ സ്തോത്രം, അത് വലിയ പദ്ധതി പ്രകാരം വളർന്നു വരുന്നു. No bruise serpent, serpent in the സർപ്പത്തിന്റെ തല
ദൈവത്തിന്റെ തലയെ തകർക്കുന്നത്. Thank God, my friend. ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റാം. You know who is Jesus? നമുക്കറിയാമോ ആരാകുന്നു കർത്താവ്? And is a seed of a woman. അത് സ്ത്രീയുടെ സന്തതിയാണ്. Oh, is a seed of a woman. അതേ സ്ത്രീയുടെ സന്തതിയാണ്. Clap your hands, my friend. ദൈവത്തിന് കരമടിച്ച് സ്തോത്രം ചെയ്യാം. Who is my Jesus? ആരാകുന്നു യേശുക്രിസ്തു? He is a seed of a woman. അത് സ്ത്രീയുടെ സന്തതിയായിരിക്കുന്നു. Every woman shout hallelujah. എല്ലാ സഹോദരിമാരും കർത്താവിന്റെ ശബ്ദമുയർത്തി സ്തോത്രം Every ചെയ്യാം. woman shout hallelujah. എല്ലാവരും കരമൊക്കെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Oh, my friend. When husband and wife live in a house, അതേ സ്തോത്രം. ഒരു ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ if they live like a roommate, the baby will not be born. If they live like a roommate. അതേ സ്തോത്രം. ഒരു റൂമിലെ വ്യക്തികളെ പോലെ And they will live like a friends in the അവരെ house. സ്നേഹിതരെ പോലെ വീട്ടിൽ കഴിയുന്നു. അതിനാ കുഞ്ഞു പറക്കുന്നില്ല. അങ്ങനെ കഴിയുകയാണെങ്കിൽ ഒരു തലമുറ ഉണ്ടാകത്തില്ല. But there was an intimacy. എന്നാൽ ഒരു അഭേദ്യമായ ഒരു ബന്ധം Then the conception will take place. Then കരുതരിക്കും. Hallelujah. അതേ സ്തോത്രം. അതാണ് ഒരു തലമുറയിലേക്ക് പോകുവാൻ Yeah, when husband and wife are intimacy, they'll bring forth babies. അതേ സ്തോത്രം. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് തലമുറകളിലേക്ക് പോകുന്നത്. Sometimes we take Holy Spirit like a friend. അതേ സ്തോത്രം. പരിശുദ്ധാത്മാവുള്ള സ്നേഹിതരായി Sometimes you take Holy Spirit as your friend. അത് ചില സമയം പരിശുദ്ധാത്മാവുള്ള സ്നേഹിതരായിരിക്കും. Only Sunday we say, yeah, hi friend, how are you? അതേ ചില സമയത്ത് അതേ പരിശുദ്ധാത്മാവ് പറയും, അല്ലോ എന്റെ സ്നേഹിതരെ എങ്ങനെയായിരിക്കുന്നു, എന്തായിരിക്കുന്നു, സുഖമാണോ? Only on Sunday, they come to Sunday. സൺഡേ കടന്നു വരുമ്പോൾ I tell the Holy Spirit, പരിശുദ്ധാത്മാവിനെ നാം അഭിനയിക്കുന്നു. good morning Holy Spirit, അതേ സ്തോത്രം. നാം വന്ദനം പറയുന്നു. I love you. ഞാൻ സ്നേഹിക്കുന്നു. Thank you for all the gifts you sent to me. അതേ നീ എനിക്ക് തന്ന ദാനത്തിനായി നന്ദി. Thank you for all the anointing you gave me. നീ തന്ന അതേ സ്തോത്രം അനോയിന്റിനായി നന്ദി. I'll come back next Sunday to meet you. ഇനി ഞാൻ അടുത്ത സൺഡേയിൽ കടന്നു വന്ന് പരിശുദ്ധാത്മാവെ അങ്ങേ ഞാൻ ശ്രദ്ധിച്ചോളാം. Conception never take place. അതേ സ്തോത്രം. അവിടെ ഉൽപാദനം ഉണ്ടാകുന്നില്ല. You'll be a barren woman. അത് ഉൽപാദനമില്ലാത്ത ഒരു സ്ത്രീയെ പോലെയായിരിക്കുന്നു. You want to bring forth the baby? You want to bring forth the baby? അതേ സ്തോത്രം. ആ ഒരു കുഞ്ഞിനെ A fruitful baby? ഒരു ഫലവത്തായ ഒരു കുഞ്ഞ് നമുക്കുണ്ടാകണമെങ്കിൽ You must have intimacy with the Holy Spirit. പരിശുദ്ധാത്മാവുമായി അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് വേണം. You must have intimacy with the Holy Spirit. പരിശുദ്ധാത്മാവുമായുള്ള അഭേദ്യമായ ബന്ധമാണ് That will bring forth fruit. അത് ഫലത്തിലേക്ക് കൊണ്ടുവരുന്നത്. There is no root, there is no root, there is no fruit. അതേ സ്തോത്രം. അതിനുള്ള വഴി നമ്മളിൽ ഇല്ലെങ്കിൽ ഒരു ഫലം നമ്മളിൽ ഉണ്ടാകുന്നില്ല. My friend, I tell you to say, എന്റെ സ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, God wants you to be a fruitful woman of God. അതേ സ്തോത്രം. ദൈവത്തിന് നമ്മെ ആവശ്യമുള്ളത് ഫലമുള്ളവാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. Rejoice. അതുകൊണ്ട് വചനം പറയുന്നു, സന്തോഷിക്കുക. You are highly favored. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. And you will bring forth a baby. അതേ സ്തോത്രം. തലമുറകളിലേക്ക് കൃപ പകർത്തത്തവണ്ണം You will bring forth children. കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കത്തക്കവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. What are these children? ആ കുഞ്ഞുങ്ങളെ എന്താകുന്നു? Joy, peace, confidence. ആ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് സന്തോഷമാണ്, സമാധാനമാണ്, ദീർഘക്ഷമയാണ്. Long suffering. അതേ സ്തോത്രം. ദീർഘമായ ക്ഷമയാണ്. All these fruits will come through you. ഈ എല്ലാ ഫലങ്ങളും നമ്മളിലേക്ക് കടന്നു വരുന്നു. I want to ask you something, my friend. ഞാൻ നിങ്ങളോട് ചില കാര്യം ചോദിക്കട്ടെ. God never gave labor pain to men. അത് ഒരിക്കലും ദൈവം ഒരു പ്രസവ വേദന പുരുഷന് കൊടുത്തിട്ടില്ല. You know, if God has given labor pain to man, ഒരു പുരുഷന് പ്രസവ വേദന കൊടുത്തിരുന്നെങ്കിൽ എന്ത് not സംഭവിക്കും? even one baby will come into the world. അതേ സ്തോത്രം. ഒരു കുഞ്ഞും ഈ ലോകത്തിൽ ജനിക്കുകയില്ലായിരുന്നു. Now you have 5, 6, 7. ഇപ്പൊ നോക്കിയേ, 4, 5, 6 കുഞ്ഞുങ്ങളൊക്കെയാണ് ദൈവം നമുക്ക് How? നൽകുന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചു? You have power to bear the pain. അതേ സ്തോത്രം. അതേ പ്രസവ വേദന സഹിക്കത്തക്കവണ്ണമുള്ള ശക്തി, അധികാരവും കൃപയും ദൈവം നമുക്ക് നൽകി. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. You know, in the brain, തലച്ചോറിൽ in
വലിയ ഒപ്പിലേക്കകത്ത് ചെറിയ ഭാഗമുണ്ട്. In the center of all the emotions. അതാണ് നമ്മുടെ മുഴുവൻ വികാരങ്ങളുടെയും കേന്ദ്രം. The medulla oblongata of a woman is 30% larger than man. അതേ പുരുഷന്മാരുടെ കാട്ടിൽ 35% പല സ്ത്രീകളുടെ അത് കൂടുതലാണ്. Say hallelujah. Hallelujah. Praise the Lord. That's why we talk a lot, that's we cry a lot. അതുകൊണ്ടാണ് സഹോദരിമാരായ നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്നത്, ഒത്തിരി കരയുന്നത്. See, the lady can talk 14,000 words a day. അതേസമയം ഒരു സഹോദരിക്ക് 40,000 വാക്കുകൾ 14,000 വാക്കുകൾ ഒരു ദിവസം സംസാരിക്കാൻ കഴിയും. Men can speak only 7,000 words a day. എന്നാൽ ഒരു പുരുഷൻ ഒരു ദിവസം സംസാരിക്കാൻ കഴിയുന്നത് 7,000 വാക്കുകളാണ്. That's why when you talk to your husband, അതുകൊണ്ടാണ് നമ്മുടെ ഭർത്താക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവര് അതിന് മറുപടി എന്നൊക്കെ മൂടി പറയുന്നത്. സംസാരിക്കാൻ വയ്യ. അവർക്ക് മറുപടി പറയാനായിട്ട് വയ്യ. വാക്കുകളില്ല. അവര് വാക്കുകളില്ല. Emotions are flat sometimes. അതേ വികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത് പോലെയാ. But you are full of emotion. എന്നാൽ നിങ്ങൾ പൂർണ്ണ വികാരത്തോടെയിരിക്കുമോ? My friend, emotion is not a she emotion, not a he emotion. അതേ സ്തോത്രം. അങ്ങനെയുള്ള വികാരം നമ്മെ അതേ സ്തോത്രം സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നു. We laugh a lot. നാം ഒത്തിരി അതിനെ ചിരിക്കുന്നു, ചിന്തിക്കുന്നു. We talk a lot. ഒത്തിരി നാം സംസാരിക്കുന്നു. We cry a lot. ഒത്തിരി നാം കരയുന്നു. Because we are emotional beings. കാരണം നാം ദൈവത്തിന്റെ ആ വികാരപരമായ അനുഭവത്തിലൂടെ ആയിരിക്കുന്നു. What a God we have, my friend. എത്ര മഹത്തായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. Lot of nurses may be here. Lot of nurses may be here. ഇവിടെ ഒത്തിരി നേഴ്സുമാരായ സഹോദരിമാരുണ്ട്. Before the birthing take place, ഒരു കുഞ്ഞിന് ജനനം ചെയ്യുന്നതിന് മുമ്പ് when the lady is in a labor pain, ആ ഒരു സഹോദരി ആ പ്രസവ you വേദനയായിരിക്കുമ്പോൾ know what the nurse will say? എന്താ നേഴ്സ് പറയുന്നത് അറിയാമോ? Water broke, water broke, water broke. സ്തോത്രം. വാട്ടർ ബ്രേക്ക് ചെയ്യട്ടെ, വാട്ടർ ബ്രേക്ക് ചെയ്യട്ടെ. Yeah, my friend, many times the water will break from our eyes. എത്ര പ്രാവശ്യം വാട്ടർ നമ്മുടെ കണ്ണുനീരിലൂടെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നു. You know why you are breaking the water from your eyes? എന്തുകൊണ്ടാണ് അറിയാമോ? നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ അത് വെള്ളം പൊട്ടി ഒഴുകുന്നത്. You are birthing into a new revelation in your life. അതേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുതിയ വെളിപ്പാടുകളിലേക്ക് ജനനം നിങ്ങൾ കൊടുക്കുകയാണ്. You are birthing into a new vision in your life. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുതിയ ദർശനം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. That birthing must take place when the travailing in your soul. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മാവിന് സംതൃപ്തിക്ക് വേണ്ടി ഒരു പുതിയ ജീവിതം നിങ്ങൾ ഉടലെടുക്കുകയാണ്. You are in travailing of your soul. അതേ സ്തോത്രം. നിങ്ങളുടെ ആത്മാവിന്റെ ശാന്തിയും സന്തോഷവും അതിലൂടെ സംഭവിക്കുന്നു. That's why water is breaking through your eyes. അതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണുനീര് കണ്ണിലൂടെ ഒഴുകുന്നത്. Some birthing will take place in your life, my friend. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ചില ജനനങ്ങൾ നടക്കണം. That's why Bible says, അതാണ് ബൈബിൾ പറയുന്നത്. Mary, 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 അനവധി 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 you rejoice ദൈവത്തിൽ സന്തോഷിക്കുക. because you're highly favored by God. കാരണം ദൈവത്തിന്റെ ശക്തിയേറിയ കൃപ ലഭിച്ചവരാണ്. You are highly favored by God. നാം ദൈവത്തിന്റെ ശക്തിയേറിയ കൃപ ലഭിച്ചവരാണ്. You may ask a question. നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കും. How I know I got the grace upon my life? എന്റെ മേൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചുവെന്ന് എനിക്ക് എങ്ങനെ അറിയാം? You know, ladies are very expert in asking questions. സഹോദരിമാര് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വളരെ വിദഗ്ധരാണ്. Even they ask questions to God. ഈ അതേ സഹോദരൻ അവർ ദൈവത്തോട് പോലും ചോദ്യങ്ങൾ ചോദിക്കും. Mary said, my brother is dead for 4 days. How can he rise again? അതേ സഹോദരൻ, ദൈവമേ എന്റെ സഹോദരൻ മരിച്ചിട്ട് 4 ദിവസമായി എങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കും? I don't know my husband. How will bring forth the baby? എനിക്കറിയത്തില്ല എന്റെ ഭർത്താവിനെ. പക്ഷെ എന്നെ എങ്ങനെ എന്നിൽ ഒരു കുഞ്ഞു ലഭിക്കും? I know you have a lot of questions. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്. If you ask question to your husband, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ചോദ്യം you ചോദിച്ചാൽ know what he will say? അവരെന്ത് പറയുന്നത് അറിയാമോ? എനിക്കറിയാം. എന്ന് പറയും. But you ask God, എന്നാൽ ദൈവത്തോട് ചോദ്യം how ചോദിച്ചാൽ does he get answer for your prayer? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. Today you have a question in your heart. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ചോദ്യമുണ്ടെങ്കിൽ You have a question. നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. How can
അതേ സ്തോത്രം. ഇതുപോലെ ഒരു ചോദ്യം ഒരിക്കൽ ഒരു പ്രത്യേക ആ ചോദ്യം ഒരു വ്യക്തി ചോദിച്ചു. Exodus chapter 33 verse 12 says like this. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം. And Moses said unto the Lord, മോശ ദൈവത്തോട് ചോദ്യം ചോദിച്ചു. See thou sayest unto me. അതേ സ്തോത്രം. Let's go. 12-ാമത്തെ വാക്യം. മോശ യഹോവയോട് പറഞ്ഞതെന്നാൽ ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്റെ അടുക്കൽ അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. 13-ാം വാക്യം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അതെ 16-ാമത്തെ വാക്യം. എന്നോട് നിന്റെ ജനത്തോട് ഉണ്ടെന്നുള്ളത് എന്തിനാണ് അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? നീ അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞു. Hallelujah. Praise the Lord. Moses asked God a question. മോശ ദൈവത്തോട് ചോദിച്ചു. Lord, you gave me a plan and a project. അതെ ദൈവമേ, നീ എനിക്ക് ഒരു പദ്ധതി, ഒരു ഉദ്ദേശം എനിക്ക് നീ പറഞ്ഞു തന്നു. He gave me a vision, oh God. എനിക്ക് ഒരു ദർശനം നീ തന്നു. 600,000 people must lead them in the wilderness. 6 ലക്ഷം ജനത്തെ ഈ മരുഭൂമിയിലൂടെ നടത്തുകയാണ്. He never gave me any companion to do the പക്ഷേ project. എനിക്ക് ഒരു സ്തോത്രം കമ്പാനിയൻഷിപ്പ് നീ നൽകിയില്ല. Nobody helped me in this project. ആരും എന്നെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. But you said only one word. എന്നാൽ നീ എന്നോട് ഒരു കാര്യം പറഞ്ഞു. You found grace in my sight. അതേ സ്തോത്രം. എന്റെ കൃപ നീ അനുഭവിക്കും. എന്റെ കണ്ണിൽ നീ കൃപ കിട്ടി. അതേ സ്തോത്രം. എന്റെ കണ്ണിൽ നിനക്ക് കൃപ ലഭിച്ചു. You found grace in my sight. അതേ സ്തോത്രം. നിന്റെ കണ്ണിന് ഞാൻ കൃപയുള്ളവനായി തീർന്നു. I asked a question. അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു. How we know? ആ കൃപ എന്റെ മേലുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? You know what God said? എന്താ ദൈവം പറഞ്ഞറിയാമോ? My presence will go with you. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. I am with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. Say hallelujah. ദൈവത്തിന് വാഗ്ദത്തം പറയാമോ? You know what is grace, my friend? എന്താണ് കൃപയെന്ന് അറിയാമോ? I am with you. ദൈവം നമ്മോട് കൂടെയുണ്ട്. That is the grace of God. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. I am with you. ദൈവം കൂടെയുണ്ട്. You know what Moses said? എന്താ മോശ പറഞ്ഞറിയാമോ? I am special, very special. ഞാൻ ഒരു പ്രത്യേകതയുള്ളവനാണ്. കാരണം ദൈവം എന്നോട് കൂടെയുണ്ട്. Me and my people are very special. ഞാനും എന്റെ ജനവും പ്രത്യേകതയുള്ളവരാണ്. Because you are with us. കാരണം നീ ഞങ്ങളോട് കൂടെയുണ്ട്. I went to America. ഞാൻ അമേരിക്കയിൽ പോയി. In Santiago, in a white church. Santiago. അവിടെ ഒരു വെള്ളക്കാരുടെ ചർച്ചില് And I said like this. ഞാൻ ഇപ്രകാരം പറഞ്ഞു. I am very special. ഞാൻ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ്. He looked at me. എല്ലാവരും എന്നെ നോക്കാൻ തുടങ്ങി. Look at the lady with the 6-yard sari wrapped up. അതേ സ്തോത്രം. 6 മുഴം സാരി ചുറ്റിയ ഈ സഹോദരിയിൽ എന്ത് പ്രത്യേകതയാണെന്ന് എല്ലാവരും ചോദിച്ചു. She's having a hair, long hair. മുടി നീട്ടി വളർത്തിയ ഈ സഹോദരി No cosmetic. അതേ സ്തോത്രം. All the fashions. മറ്റു ഫാഷനുകളൊന്നും മുഖത്തില്ല. She's coming from India. എവിടെ? ഇന്ത്യയിൽ നിന്ന് കടന്നു വരുന്നു. A poor country. ഒരു പാവപ്പെട്ട ദരിദ്ര രാജ്യത്തിൽ നിന്ന്. She's saying he's very special. അത് എവിടെ നിന്ന് പറയുന്നു? Again I say, I am very special. അതേ സ്തോത്രം. ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് വളരെ പ്രത്യേകതയുണ്ട്. Everybody looked at me. എല്ലാവരും വീണ്ടും എന്നെ നോക്കിക്കൊണ്ടിരുന്നു. Again I said, I am very special. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ്. And they are staring at me. അവരെന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. I said like this. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. I am very special because God is with me. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ വളരെ പ്രത്യേകതയുള്ള വ്യക്തിയാണ്. കാരണം ദൈവം എന്നോട് കൂടെയുണ്ട്. Oh, shout my friend. ദൈവത്തിന് നന്ദി അറിയിക്കാതെ. Shout my friend. Praise the Lord. I say like this morning. I say like this. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഇങ്ങനെ പറയുന്നു. God is with me. ദൈവം എന്നോട് കൂടെയുണ്ട്. Nothing can shake me. അതെ, അതുകൊണ്ട് ആർക്കും എന്നെ കുലുക്കുവാൻ കഴിയത്തില്ല. God is for me. ദൈവം എന്നോട് കൂടെയുണ്ട്. Who can be against me? ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്കെതിരായി തീരുവാൻ കഴിയും? God justified me. ദൈവം എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ Justified. എന്നെ
എന്റെ ദൈവം നീതീകരിച്ചപ്പോൾ who can condemn me? ആർക്ക് എന്റെ മേൽ കുറ്റം ചുമത്തുവാൻ കഴിയും? Who can separate me from the love of God? അത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ആർക്കാണ് കഴിയുന്നത്? I am more than a conqueror. ഞാൻ ജയാളിയാണ്. I'm called. അതേ സ്തോത്രം. ഞാൻ വിളിക്കുമ്പോൾ I'm called a person. ഞാൻ വിളിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. സോറി, ഞാൻ വിളിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. I am chosen. ഞാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട I വ്യക്തിയാണ്. am justified. ഞാൻ നീതീകരിക്കപ്പെട്ടു. I will be glorified. ഞാൻ മഹത്വീകരിക്കപ്പെടുന്നു. I am what I am. ഞാൻ ആയിരിക്കുന്നവൻ, കർത്താവിന്റെ കൃപ. ഞാൻ ആയിരിക്കുന്നത് കർത്താവിന്റെ കൃപയാണ്. I am what I am by the grace of God. നാം ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. I am what I am by the grace of God. നാം ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. Moses. മോശെ, 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 You want to lead 600,000 people. നീ 6 ലക്ഷം ജനത്തെ മരുഭൂമിയിലൂടെ നയിക്കുന്നതായിരിക്കാം. How many plastic card you have? Visa card, Master card, what card you have? എത്ര കാർഡുകൾ നിങ്ങൾക്കുണ്ട്? How much bank account you have? എത്ര ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങൾക്കുണ്ട്? How many committee members you have? Committee members. എത്ര കമ്മിറ്റി മെമ്പേഴ്സ് നിങ്ങൾക്കുണ്ട്? How many helpers you have? നിങ്ങൾക്ക് എത്ര സഹായകരുണ്ട്? You know what Moses will say? എന്താ മോശ പറഞ്ഞതറിയാമോ? None but God. None but God. No one but God. അതേ സ്തോത്രം. ദൈവത്തോട് ആർക്കും ദൈവമല്ലാതെ ആരുമില്ല. ദൈവമല്ലാതെ മറ്റാരും എനിക്കില്ല. മാത്രം മതി എനിക്ക്. അവൻ മാത്രം എനിക്ക് മതി. ദൈവം മാത്രം എനിക്ക് ഈ മതി. ദൈവം മാത്രം എനിക്ക് മതി. God is with me. ദൈവം എന്നോട് കൂടെയുണ്ട്. God is with me. ദൈവം എന്നോട് കൂടെയുണ്ട്. I don't need rice or water or car or house or all this alone because God is with me. അതേ സ്തോത്രം. ഞാൻ തീയിലൂടെയോ വെള്ളത്തിലൂടെയോ ഏത് മണ്ണത്തിലൂടെയായിരിക്കട്ടെ, പക്ഷേ ദൈവം എന്നോട് കൂടെയുണ്ട്. That is the grace of God. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. My friend, I tell you, എന്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, if God is with you, ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ you want bread? അതേ സ്തോത്രം. നിങ്ങൾ ധൈര്യശാലിയുള്ളവരാണോ? Bread വേണോ? മൂന്ന് കഴിക്കാനായിട്ട് ആഹാരം വേണോ? ആ സ്തോത്രം. നിങ്ങൾക്ക് ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്രേക്ക് വേണോ? Look up. ദൈവത്തെ നോക്കുക. My God will supply all your needs. അതേ സ്തോത്രം. ദൈവം പറഞ്ഞു, നമ്മുടെ സകല ആവശ്യങ്ങളും അവൻ നിറവേറ്റി തരുന്ന ദൈവമാണ്. I will supply all your needs. നാം അഭിമുഖീകരിക്കുന്ന സകല ആവശ്യങ്ങൾക്കും Not according to your needs. നിന്റെ ആവശ്യങ്ങളല്ല, നമ്മുടെ ആവശ്യങ്ങളല്ല, ആവശ്യത്തിന് according to riches in Christ Jesus. നമ്മുടെ ആവശ്യങ്ങൾ മുഴുവനും ദൈവത്തിന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ ചെയ്തു തരുന്ന ദൈവമാണ്. Yes, yes, my friend. എന്റെ പ്രിയ സ്നേഹിതരെ, My God is a giver. നമ്മുടെ ദൈവം നമ്മെ വിടുവിക്കുന്ന വലിയ ദൈവമാണ്. And He is a bountiful supplier. നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റുന്ന ദൈവമാണ്. ധാരാളമായി കൊടുക്കുന്ന ദൈവം. അവൻ Hallelujah. ധാരാളമായി നൽകുന്ന ദൈവമാണ്. When God gives something, ദൈവം നമുക്ക് തരുമ്പോൾ it will be neck breaking and bone sinking. അതിനെ ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. Neck breaking, like Peter, God gave neck breaking, bone sinking. There is bountiful supply. Too much. When God gives more than enough blessing. അതേ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ തരുമ്പോൾ അത് മതിയാകുമ്പോഴും അധികമായി തരുന്ന ദൈവമാണ്. അധികമായി തരുന്നത്. അധികമായി നൽകുന്ന ദൈവമാണ്. Far beyond your imagination will give to you. നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾക്കപ്പുറമായി ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ തരുന്ന ദൈവമാണ്. Far beyond your comprehension, God will give to you. അതെ, നമ്മുടെ ജീവിതത്തിന്റെ സകല ആവശ്യങ്ങളെക്കാട്ടിൽ അധികമായി ദൈവം തരുന്ന ദൈവമാണ്. ചോദിക്കുന്ന കാട്ടിലും കർത്താവ് വലിയത് തരും. നാം ചോദിക്കുന്ന കാര്യത്തെക്കാൾ അധികം ദൈവം തരുന്ന ദൈവമാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും കർത്താവ് വലിയത് നാം തരും. ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം തരുന്ന ദൈവമാണ്. What a God we have. ഇത്ര മഹത്തായ ഒരു ദൈവം നമുക്കുണ്ടല്ലോ. Moses asked for water. മോശ ദൈവത്തോട് ചോദിച്ചു. Look at the rock. Look at the rock. അതേ സ്തോത്രം. ആ പാറയെ നോക്കിയേ. Yeah, he's coming with you. What is coming with you? അതിൽ നിന്ന് വെള്ളം തരുന്നു. Everything mobile unga. Mobile restaurant, mobile water tank, everything mobile park. അതേ സ്തോത്രം. എല്ലാം സഞ്ചരിക്കുന്ന തരത്തിലാണ്. വെള്ളം അതേ സ്തോത്രം കൂടെ പോവുകയാണ്. സാധനം കൂടെ പോവുകയാണ്. ഇന്ത്യയിൽ വെള്ളം തന്ന കർത്താവ് ലണ്ടനിലും തരുന്നു അല്ലേ? ഇന്ത്യയിൽ വെള്ളം തരുന്ന ദൈവം നമുക്ക് ലണ്ടനിൽ വെള്ളം തരുന്നു. ഇന്ത്യയിൽ കരിമീൻ ഊണ് കൊടുത്ത കർത്താവ് ഇവിടെ ഊണ് കൊടുക്കുന്നില്ലേ? ഇന്ത്യയിൽ നമുക്ക് കരിമീൻ തരുന്ന ദൈവം ഇവിടെയും കരിമീൻ തരുന്നു. Yeah, I had kingfishers coming past us. അതേ സ്തോത്രം. ഞാൻ ആ കിങ് ഫിഷ്
kappa. അതേ സ്വന്തം കപ്പ വരെ നമുക്ക് മാഞ്ചസിൽ ലഭിക്കും. What the God we have. ഇത്ര മഹത്തായ ഒരു ദൈവം നമുക്കുണ്ടല്ലോ. Oh my friend, what is your need this morning? എന്റെ പ്രിയ സഹോദരിമാരെ, നമ്മുടെ ആവശ്യം ഇന്ന് മകൾക്കായ എന്താണ്? Whatever may be your need, എന്ത് തന്നെയായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ, God is with us. ദൈവം നമ്മോട് കൂടെയുണ്ട്. If God can give 600,000 people food in the wilderness, അതേ സ്വന്തം എങ്ങനെയാണ് 6 ലക്ഷം ജനങ്ങൾക്ക് മരുഭൂമിയിൽ ആഹാരം ലഭിച്ചത്? ഈ മാഞ്ചസ്റ്ററിലും നാം ആയിരിക്കുന്ന പട്ടണങ്ങളിലും ആഹാരം തരുവാൻ വിശ്വസ്തനാണ്. അതേ സ്വന്തം ആ മരുഭൂമിയിലെ ജനങ്ങൾ അതേ സ്വന്തം അവരെ സർപ്പം കഴിച്ചപ്പോൾ അവിടെ ഒരു ഡോക്ടറോ നേഴ്സോ ആരും ഉണ്ടായിരുന്നില്ല. അതേ മോശ പിറ്റുള്ള സർപ്പത്തെ ഉയർത്തി എല്ലാവരും അതിലേക്ക് നോക്കി അവർ സൗഖ്യം പ്രാപിച്ചു. എന്റെ സ്നേഹിതരെ, എന്റെ മകൾക്കത് പറയട്ടെ, ഇന്ന് നിങ്ങൾക്ക് ആ സൗഖ്യം ആവശ്യമാണ്. അതേ ഡോക്ടർമാർക്കോ നേഴ്സുമാർക്കോ സൗഖ്യം തരുവാൻ കഴിയില്ല. അതെ, അവർക്ക് മരുന്ന് മാത്രമാണ് തരുവാൻ കഴിയുന്നത്. സൗഖ്യം വരുന്നത് സൗഖ്യദായകനായ യേശു ദൈവത്തിൽ നിന്നാണ്. അതേ സ്വന്തം എല്ലാം കടന്നു വരുന്നത് കാൽവരിയിൽ നിന്നാണ്. അതേ സ്വന്തം അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 39 അടികൾ അവനെ ഏറ്റു. അതേ സ്തോത്രം, നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ച് 39 തരത്തിലുള്ള രോഗങ്ങളൊന്നും ലോകത്തിലുണ്ടോ? sickness in the world. Doctors cannot heal 39. അതേ ഡോക്ടർമാർക്ക് 39 രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയില്ല. But God can heal that person. എന്നാൽ അത്രത്തോളം രോഗമുള്ള വ്യക്തികളെ പോലും ദൈവത്തിന് സൗഖ്യമാക്കുവാനായി കഴിയും. By His stripes we are healed. അത് അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നു. We are healed, my friend. നമുക്ക് സൗഖ്യം വന്നു. All our needs are supplied by God, my friend. നമ്മുടെ സകല ആവശ്യങ്ങളും ആ ദൈവത്താലാണ് ലഭിക്കുന്നത്. I can give you so many testimonies in my life. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. My life is a miracle. എന്റെ ജീവിതം ഒരു അത്ഭുതമാണ്. My money is a miracle. എന്റെ സാമ്പത്തികം ഒരു അത്ഭുതമാണ്. Every day is a miracle, my friend. എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളും അത്ഭുതമാണ്. God is still a miracle working God. കാരണം നമ്മുടെ ദൈവം ഇപ്പോഴും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവമാണ്. I experience miracle every day in my life. ഇന്ന് എല്ലാ ദിവസവും ആ ദൈവത്തിനുള്ള അത്ഭുതത്തെ ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്. I can give so many testimonies about the supply of God. അതേ സ്തോത്രം, എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നത്തിന്മേൽ അത്ഭുതം പ്രവർത്തിച്ച ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. Very often I go and feed the poor people in Chennai. ഞാൻ ചില സമയങ്ങളിൽ കൂടെ ചെന്നൈയിലുള്ള പാവപ്പെട്ട ജനങ്ങളിലെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും. When I conduct crusade, I give them food. ഞാൻ അവരുടെ ഇടയിൽ കടന്നുപോയി ക്രൂസൈഡുകൾ സംഘടിപ്പിക്കുമ്പോൾ ഞാൻ അവർക്ക് ആഹാരം കൊടുക്കും. 3,000 people eat food. അതേ 3000 അതേ സ്തോത്രം 2000 ആൾക്കാർ ആഹാരം അങ്ങനെ കഴിക്കും. You know what I give them? നിങ്ങൾക്കറിയാമോ What I give them? ഞാൻ എന്താ അവർക്ക് കൊടുക്കുന്നതെന്ന്? Sambar rice and lime rice. സാമ്പാർ, ചോറ്, അതേ സ്തോത്രം നാരങ്ങ ചോറിനൊക്കെ കൊടുക്കും. One day one lady told me like this. ഒരു പ്രാവശ്യം ഒരു സ്ത്രീ എന്നോട് ഇങ്ങനെ ചോദിച്ചു, Why are you giving sambar rice? എന്തുകൊണ്ടാണ് നിങ്ങൾ സാമ്പാറും റൈസും ഇങ്ങനെ കൊടുക്കുന്നത്? You and Jesus gave fish and bread. നിങ്ങളുടെ ദൈവത്തിന് അപ്പവും ബ്രെഡും അതേ അപ്പവും മീനും കൊടുക്കാൻ കഴിയില്ലേ? You give appam and meat. അങ്ങനെ ദൈവത്തിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് അപ്പവും അതേ സ്തോത്രം മീനും കൊടുത്തുകൂടാ? It was a big challenge in my life, my friend. അതെന്റെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. One pastor announced like that. പാസ്റ്റർ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തു, Sister will give fish and bread Sunday evening. അടുത്ത സൺഡേ ഈവനിങ്ങില് പ്രിയ സിസ്റ്റർ പത്മമുതലിയാര് അതേ അപ്പവും മീനും സഭയിൽ നൽകുമെന്ന് അനൗൺസ്മെന്റ് ചെയ്തു. It was a big project. അതൊരു വലിയ ധാരാളം സാമ്പത്തിക ചെലവുള്ള ഒരു പദ്ധതിയായിരുന്നു. I asked the bank manager.
പൈസ ഇല്ല. But I expect great things from God. ദൈവത്തിൽ നിന്നും മഹത്തായ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. After 1 hour, I asked him how much money in my account. അതേ സ്തോത്രം. അതിനുശേഷം ഞാൻ വീണ്ടും ബാങ്കുമാരോട് ചോദിച്ചു, how much money in my account? ഇപ്പോൾ എത്ര മണി എന്റെ അക്കൗണ്ടിലുണ്ട്? He said nil balance. Why you are saying? You know anybody is going to send you money? അതേപോലെ വീണ്ടും ചോദിച്ചു, പറഞ്ഞില്ലേ അക്കൗണ്ടിൽ പൈസ ഒന്നുമില്ലെന്ന്. വീണ്ടും എന്തിനാണ് ചോദിക്കുന്നത്? ആരാണ് നിനക്ക് പൈസ അയക്കാൻ പോകുന്നത്? I said I know what person will say. You don't know how I say about God. അതേ സ്തോത്രം. ഞാൻ അവരോട് പറഞ്ഞു, ഒരു വ്യക്തി എനിക്ക് വേണ്ടി പൈസ അയക്കുമെന്ന് എനിക്കറിയാം. The same time somebody is praying in Malaysia for me. Same time somebody is praying for me in Malaysia. അതേ സ്തോത്രം. ആ സമയത്ത് തന്നെ മലേഷ്യയിൽ ചിലര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. They called me by phone. അവര് എന്നെ വിളിച്ചു. Sister, are you in a need in your life? അവർ എന്നെ വിളിച്ചിങ്ങനെ ചോദിച്ചു, പ്രിയ സഹോദരി, നീ ഏതെങ്കിലും ആവശ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണോ? I told her, you know that I never speak about my need to anybody. നിങ്ങൾക്ക് അവർക്കറിയാം, ഞാൻ ഒരിക്കൽ പോലും ആരോടും എന്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല. And he said, God is showing your face to us when we are praying. വീണ്ടും അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുഖം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ കാണിപ്പിച്ചു. I told them, you ask God. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയെങ്കിൽ ആ ദൈവത്തോട് ചോദിക്കുക. The very moment there is a prophecy in that place. അത് പെട്ടെന്ന് ഒരു പ്രവചനം എന്നോട് ദൈവാത്മാവ് പറഞ്ഞു. There was a cell phone company manager there. Prayer meeting. അത് ആ പ്രാർത്ഥനാ ഗ്രൂപ്പിനകത്ത് ആധാരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി മാനേജർ ഉണ്ടായിരുന്നു. Cell phone. He's a cell phone company owner. സെൽ ഫോൺ കമ്പനിയുടെ ഒരു മാനേജർ ആയിരുന്നു. Yeah, God spoke to him. അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചു. Empty his account and put all the money in there. അദ്ദേഹത്തിന്റെ ബാങ്കിലുള്ള മുഴുവൻ പൈസയും അതേ സ്തോത്രം പ്രിയ സിസ്റ്ററുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുവാൻ ദൈവാത്മാവ് പറഞ്ഞു. Within 1 hour, my friend, 1 മണിക്കൂർ കൊണ്ട് I got 3 lakhs of rupees in my account. 3 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. Now who is calling me? Who is calling me now? ആരാണ് എന്നെ ഇപ്പോൾ വിളിക്കുന്നത് അറിയാമോ? Bank manager is calling me. ബാങ്ക് മാനേജർ എന്നെ വിളിക്കുന്നു. Something happened. That the money is coming in your account. Come quickly to me. അതേ സ്തോത്രം. എന്നോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ചിലത് ഇവിടെ സംഭവിച്ചു, നിന്റെ അക്കൗണ്ടിൽ പൈസ വന്നിരിക്കുന്നു, വേഗത്തിൽ ഇവിടെ വരുവാൻ പറഞ്ഞു. I went and took the money. ഞാൻ അവിടെ നിന്ന് പൈസ എടുത്തു. First time I went to the fish market. ഞാൻ ആദ്യമായിട്ട് ഒരു മീൻ ചന്തയിൽ ചെന്നു. At the fish market, the fisherman asked me a question. എന്നോട് ആ മീൻ വിൽക്കുന്ന മനുഷ്യൻ ചോദിച്ചു, How much you want? എത്ര നിനക്ക് വേണം? 10 kilo? 10 കിലോ? I said 500 kilo. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് 500 കിലോ വേണം. He thought I will get mad. ആ മനുഷ്യൻ ചിന്തിച്ചു, ഇതൊരു പ്രാന്തിയായ സ്ത്രീയാണ്. I know you are a preacher. വീണ്ടും ആ മനുഷ്യൻ പറഞ്ഞു, നീ ഒരു പ്രാസംഗികയാണെന്ന് എനിക്കറിയാം. Usually you buy 5 kilo or 10 kilo. നീ സാധാരണ വന്ന് വാങ്ങുന്നത് 5-10 കിലോയാണ്. Now you are asking 500 kilos. പക്ഷെ ഇപ്പോൾ നീ വന്ന് 500 കിലോ നീ ചോദിക്കുന്നു. Always you send your lady, servant lady to come. Now you are coming here. സാധാരണ നിന്റെ വീട്ടിൽ സഹായം നിൽക്കുന്ന സഹോദരിയാണ് നിന്നെ അയക്കാറുള്ളത്. Why you are coming here? എന്നാൽ നീ എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വന്നത്? Give me 500 kilos. ഞാൻ പറഞ്ഞു, 500 കിലോ മീൻ തരിക. He said, bring a lorry, I'll pack it up. അതേ സഹോദരൻ ആ മനുഷ്യൻ പറഞ്ഞു, നിന്റെ ലോറി എടുക്ക്, അതിലേക്ക് അത് ഫില്ല് ചെയ്യാം. Many lorry and got 500 kilos of fish. 500 കിലോ മീന് ലോറികൾക്കകത്താക്കി. Then I got 10 tins of oil. Big tin of oil. വലിയ 10 ക്യാൻ ഓയിലുകൾ വാങ്ങി. And a big kadai, that frying pan. വലിയ ഒരു ചീനിച്ചട്ടി ഞാൻ വാങ്ങി. I got 20 ladies to fry the fish. 20 സഹോദരിമാരെ ഇരുത്തി അങ്ങനെ ആ മീൻ വറുത്തു. Now I want the bread. ഇപ്പോൾ എനിക്ക് ബ്രെഡ് വേണം. I went to a bakery. ഞാൻ ഒരു ബേക്കറി ചെന്നു. I told that man, ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, one big bread, can you make it into 5 small bread? One big bread. ഒരു വലിയ ബ്രെഡും five different small bread, can you make it? അതുപോലെ ആ മാവ് കൊണ്ട് 5 വ്യത്യസ്ത തരത്തിലുള്ള ബ്രെഡ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. He asked me, why you want to do that? ആ മനുഷ്യനോട് ചോദിച്ചു, ഇതുകൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? I said, I want to be like Jesus. ഞാൻ പറഞ്ഞു, യേശുവിനെ പോലെ I want to distribute food. അതേ സ്തോത്രം, എനിക്ക് ജനങ്ങൾക്ക് ആഹാരം കൊടുക്കണം. Then he made the bread, my friend. He made the bread. ഞാൻ അവരോട് പറഞ്ഞു, നീ അതുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കില്ല. 3,000
3,500 people he made bread. 3,500 വ്യക്തികൾക്ക് ആവശ്യമായ ബ്രെഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. He packed everything. He packed the fish. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പാക്ക് ചെയ്തു. Fish and bread. ഫിഷും ബ്രെഡും. We went to the crusade. ഞങ്ങൾ ക്രൂസൈഡിലേക്ക് ചെന്നു. We are singing, the preaching. ഞങ്ങൾ പാടി, ഞങ്ങൾ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചു. Then we give fish and bread. അതിനുശേഷം അവിടെ കൂടി വന്ന മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ മീനും ബ്രെഡും കൊടുത്തു. Lot of people are standing in the queue. വളരെ അധികം ജനങ്ങൾ അതേ സമയം വരിവരിയായിട്ട് അവിടെ നിന്നു. I have a prayer group to pray for that. ഞങ്ങൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. Lord, he made 5 loaves and 2 fishes, 5,000 people. അതേ സ്വത്രം ദൈവം 5 അപ്പവും 2 മീനും 5000 പേർക്ക് വേണ്ടി അത് കൊടുത്തെങ്കിൽ, But we are bringing this big bread, oh God. കർത്താവേ, ഈ ജനങ്ങളെ അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവരുന്നു. We want everybody to have the bread. ഈ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ ആഹാരം വിതരണം. Then we want 12 baskets left over. അതിനുശേഷം ഇവർക്ക് കൊടുത്തതിന് ശേഷം 12 കൊട്ടയ്ക്കകത്ത് നിങ്ങൾക്ക് ബാലൻസ് കിട്ടണം. I tell you, my friend, എന്റെ സ്നേഹിതരെ, and I say in the presence of God, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയുന്നു, we gave 3,500 people fish and bread. 3,500 വ്യക്തികൾക്ക് ഞങ്ങൾ മീനും ബ്രെഡും കൊടുത്തതിന് ശേഷം Then 12 baskets left over. 12 കൊട്ടകൾ ഞങ്ങൾ അവിടെ ശേഷിപ്പിച്ചു. What a God we have. അങ്ങനെ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. What he did for Moses, he'll do for us. അതേ സ്തോത്രം. മോശയ്ക്ക് വേണ്ടി മാത്രമല്ല ദൈവം ഈ കൃപ നൽകിയത്. God will supply your need. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റുന്ന ദൈവമാണ്. Not according to your need, നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് മാത്രമല്ല, according to your riches in Christ Jesus. സ്വർഗ്ഗത്തിന്റെ സകലവിധമായ സാമർത്ഥ്യം അനുസരിച്ച് തന്റെ ജനത്തിലേക്ക് ഈ അനുഗ്രഹങ്ങളെ ചൊരിയുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. Genesis chapter 6 verse 8 says like this. ആ, Genesis chapter 6 verse 8. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. Genesis chapter, first book of the Bible. Genesis chapter 6 verse 8. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. Noah found grace in the eyes of God. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. Hallelujah. Praise the Lord. Not only Moses found grace in the sight of God. മോശയ്ക്ക് മാത്രമല്ല യഹോവയുടെ കൃപ ലഭിച്ചത്. Now Noah found grace in the sight of God. ഇപ്പോൾ ഇതാ ഇവിടെ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുകയാണ്. My friend, I tell you, എന്റെ സ്ത്രീകളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, God created man as a beautiful person and beautiful situation God kept him. അതേ സ്തോത്രം. ദൈവ മനുഷ്യനെ നിർമ്മിച്ച് മനോഹരമായ കാഴ്ചകൾ നൽകി ദൈവമയാക്കി. But the human race became wicked in the sight of God. എന്നാൽ ആ മനുഷ്യൻ ദൈവത്തിന് മുൻപാകെ ബുദ്ധന്മാരായി തീർന്നു. God wanted to destroy the nation. ദൈവത്തിന്റെ രാജ്യത്തെ നശിപ്പിക്കേണ്ട But ആവശ്യമായിരുന്നു. God is a good God. എന്നാൽ ദൈവം നല്ലവനായ He ദൈവമാണ്. will not destroy the good people with the bad people. അതേ സ്തോത്രം. മോശം അതേ സ്തോത്രം ആ ദുഷ്ടന്മാരായ ജനത്തോട് കൂടെ നീതിമാന്മാരെ ദൈവം നശിപ്പിക്കാതിരിക്കേണ്ടതിന് He came down to see anybody good on that situation. He came down to see anybody righteous in the situation. ആ ദൈവം നീതിമാന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടതിന് അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. Found one man. അവൻ ഒരു മനുഷ്യനെ കണ്ടു. His name is Noah. അദ്ദേഹത്തിന്റെ പേരാണ് നോഹ. My friend, I tell you this morning, എന്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, if my God comes from the Manchester, ഈ മാഞ്ചസ്റ്ററിലെ ദൈവം ഇറങ്ങി വന്നാൽ you must found grace in His sight. ആ ദൈവത്തിന്റെ മുൻപാകെ ഞാനും നിങ്ങളും അതേ സ്തോത്രം നീതിമാൻ
ദൈവത്തിന്റെ വിളി കേട്ട് നോഹ ദൈവത്തിന്റെ ഹിതപ്രകാരം പെട്ടകത്തെ തീർത്തു. If God asks you to do something this morning, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് ചെന്ന് ചെയ്യാൻ പറഞ്ഞാൽ, you know what will be your first question? എന്തായിരിക്കും നിങ്ങളുടെ ആദ്യം ചോദ്യം അറിയാമോ? Who will sponsor me? ആരായിരിക്കും അത് എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത്? From where will get the carpenter? എനിക്ക് വേണ്ടി ഒരു ആശാരിയെ ഇത് പണിയാൻ എവിടെ നിന്ന് കിട്ടും? How will you get your constructing architect? ഇത് പണിവാനായിട്ട് ഒരു ആർക്കിടെക്റ്റിനെ എവിടെ നിന്ന് കിട്ടും? You know how many questions you'll ask? എത്ര ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നമ്മോട് ദൈവം പറഞ്ഞാൽ നമ്മൾ ചോദിക്കും. You know what the Bible says? എന്നാൽ ബൈബിൾ എന്താ പറയുന്നത് അറിയാമോ? No one ever questioned God. അത് ദൈവത്തോട് ആരും ചോദിച്ചില്ല. He had unquestionable faith. അത് സ്തോത്രം. ദൈവത്തോട് ആരും ചോദ്യങ്ങൾ ചോദിക്കാത്ത തരത്തിലുള്ള വിശ്വാസം കിട്ടി. ഒരു വിശ്വാസം അവന് ലഭിച്ചു. Unquestionable faith and obedience. അത് സ്തോത്രം. ദൈവത്തെ ചോദ്യം ചെയ്യാതെയുള്ള വിശ്വാസവും കൃപയുമാണ് ദൈവത്തിൽ നിന്ന് നോഹയ്ക്ക് ലഭിച്ചത്. And he was obedient. ആ ദൈവത്തെ അവൻ അനുസരിച്ചു. Many people have seen the grace of God, but they are not obedient. അനവധി വ്യക്തികൾ ദൈവത്തിന്റെ കൃപ ലഭിച്ചത് കണ്ടിട്ടുണ്ട്, പക്ഷേ അവർ മിക്കവരും ദൈവത്തെ അനുസരിക്കുന്നില്ല. അനുസരിക്കാൻ മനസ്സില്ലാതെ പോകുന്നു. They want everything, all the blessing they want. അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും വേണം. എന്നാലും അവൻ പറയുന്നത് അനുസരിക്കാൻ മനസ്സില്ല. പക്ഷേ ദൈവം പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുവാൻ മാത്രം മനസ്സില്ല. Noah was obedient to God. എന്നാൽ ദൈവത്തിന് അനുസരിക്കുന്നവരെ ആവശ്യമാണ്. And he started to build the ark. അവന് അനുസരിച്ച് അതേ സ്തോത്രം അത് പണിവാൻ വേണ്ടി തുടങ്ങി. And you know what the Bible says? ബൈബിൾ എന്താ പറയുന്നത് അറിയാമോ? God told Noah only to build the ark. ദൈവം നോഹയോട് പറഞ്ഞത് നീ ഒരു പെട്ടകം അതേ സ്തോത്രം ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ മതി. നിനക്ക് നിന്റെ ഫാമിലി വേണ്ടി ഉണ്ടാക്കിയാൽ മതി. നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം നീ നിർമ്മിച്ചാൽ മതി. But think about Noah. He want to preach to the people. എന്നാൽ ഇവിടെ നോഹ നിർമ്മിക്കുക മാത്രമല്ല, ഇതിനെ കുറിച്ച് ജനത്തോട് നോഹ പ്രസംഗിക്കുവാൻ തുടങ്ങി. Say hallelujah. If you are there, Kerala, Noah, നിങ്ങൾ കേരളത്തിൽ നോഹമാരാണെങ്കിൽ what you will do? നിങ്ങൾ എന്താ ചെയ്യുന്നത്? Put auditorium like this. ഇതുപോലെ ഒരു ഓഡിറ്റോറിയം പണിയും അതിനകത്ത് കഥ അടച്ച് you build ark. അതിനകത്തിരുന്ന ഒരാൾക്ക് പണിയും. ആരോടും പറയരുത്. എനിക്കും എന്റെ ഭാര്യ മാത്രം. എനിക്കും എന്റെ ഭാര്യയ്ക്ക് മാത്രമായിരിക്കും ഈ ആർക്ക്. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ നന്ദി നന്ദി നന്ദി. എല്ലാവരും നശിപ്പിക്കണേ കർത്താവേ. എല്ലാവരും നശിപ്പിക്കണമേ. All these people are very bad people. ഈ ജനങ്ങളെല്ലാം വളരെ മോശപ്പെട്ടവരാണ്. സ്തോത്രം സ്തോത്രം കർത്താവേ. സ്തോത്രം സ്തോത്രം ദൈവമേ. എന്റെ ഭാര്യ കുഞ്ഞുങ്ങൾ രക്ഷിച്ചല്ലോ. ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും മാത്രമാണ് വിശുദ്ധർ. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വേണ്ടി. ഇതാണ് കേരളത്തിലെ നോഹമാർ. എന്നാൽ ബൈബിളിലെ നോഹമാര് അവര് അത് നിർമ്മിച്ചത് അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ലായിരുന്നു. ഈ സത്യത്തെ കുറിച്ച് എല്ലാവരും കേൾക്കണമെന്ന് നോഹയ്ക്ക് ആഗ്രഹമുണ്ടായി. അവൻ മുഴുവൻ ലോകത്തോട് വിളിച്ചറിയിച്ചു. അതേ സ്തോത്രം. ഇതിന്റെ നീതിശാസ്ത്രം എന്തെന്ന് എനിക്കറിയില്ല. അതേ സ്തോത്രം. ആ പഴയ നിയമം പുതിയ നിയമം അറിയില്ല. അതേ കൊരിന്ത്യൻസ് റോമൻസ് ഒന്നും അറിയില്ല. റെവലേഷൻ അറിയില്ല. ഒരു കാര്യം എനിക്കറിയാം. അതേ സ്തോത്രം. മാനസാന്തരപ്പെടുക. മഴ വരുന്നുണ്ട്. അതേ സ്തോത്രം. ആ മഴയ്ക്ക് മുമ്പ് മാനസാന്തരപ്പെട്ടോണം. ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ ഒരു സെവനെ 120 years പ്രസംഗിച്ചു. ആ ഒരൊറ്റ പ്രസംഗം 120 വർഷം നോഹ പ്രസംഗിച്ചു. അവന്റെ പോയിന്റ് ഒന്നും മാറ്റിയില്ല. ആ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ പോയിന്റുകളൊന്നും നോഹ മാറ്റിയില്ല. Sometimes people say like this. ചില സമയത്ത് ജനങ്ങൾ ഇങ്ങനെ പറയാം. Preachers say like this. The preachers say ഇങ്ങനെ പറയും. I brought a nice sermon. ഞാൻ നല്ല ഒരു മെസ്സേജ് പ്രസംഗം കൊണ്ടുവന്നു. When they come to the stage, Holy Spirit changed it. ഞാൻ സ്റ്റേജിൽ വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് മാറ്റി. Holy Spirit changed only in the room, not in the pulpit. പരിശുദ്ധാത്മാവ് ഒരു മാറ്റം കൊടുക്കുന്നു. പുൾപിറ്റ് വരുമ്പോഴല്ല, ആ പ്രസംഗം പ്രസംഗിക്കാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ kneeling down in the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ
നശിപ്പിക്കാൻ പോകുന്നുവോ? നശിപ്പിക്കുന്ന കർത്താവല്ല. നമ്മുടെ ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല. സ്നേഹിക്കുന്ന കർത്താവല്ല. ആ ദൈവം സ്നേഹിക്കുന്ന ദൈവമാ. ക്ഷമിക്കുന്ന കർത്താവല്ലേ. അവൻ ക്ഷമിക്കുന്ന ദൈവമല്ലേ. എങ്ങനെ നശിപ്പിക്കും? എങ്ങനെയാ ദൈവം നമ്മെ നശിപ്പിക്കും? അപ്പച്ചാന്റെ പ്രസംഗം എനിക്ക് വേണ്ട. അപ്പച്ച ഈ മണ്ഡലത്തിലുള്ള പ്രസംഗം ഞങ്ങൾക്ക് വേണ്ട. ഈ മണ്ഡലത്തിലുള്ള പ്രസംഗം ഞങ്ങൾക്ക് വേണ്ട. We won't listen to your sermon. അതേ സ്തോത്രം. We don't listen to your sermon. നമ്മൾ അങ്ങനെയുള്ള പ്രസംഗം കേൾക്കാറില്ല. But Noah preached this one sermon. എന്നാൽ നോവ 20 വർഷങ്ങൾ ആ ഒരു സന്ദേശമാണ് ജനങ്ങളിലേക്ക് കൊടുത്തത്. Nobody repented. എന്നാൽ ആരും മനസ്സാന്തരപ്പെട്ടില്ല. A day came in the life of Noah. അതേ സ്തോത്രം. Noah came to God. ദൈവത്തിലേക്ക് നോഹ വന്നു. God, nobody is coming. What I must do? ആരും എന്റെ പ്രസംഗം കേട്ട് മനസ്സാന്തരപ്പെട്ടില്ല. You know what God said? എന്താ ദൈവം നമുക്കറിയാമോ? Don't worry, Noah. നോവേ നീ പ്രയാസപ്പെടേണ്ട. God called all the animals in the jungle. അത് നീ വനത്തിൽ പോയി മൃഗങ്ങളോട് ഈ സന്ദേശം പ്രസംഗിക്കുക. God called all the animals in the jungle. അതേ സ്തോത്രം. നോഹ വനത്തിൽ ചെന്നു ഈ മൃഗങ്ങളോട് പ്രസംഗിക്കാൻ തുടങ്ങി. God speak to me. ദൈവം എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുകയില്ല. You know why? എന്തുകൊണ്ടെന്നറിയാമോ? I did zoology. എനിക്കറിയാം അതിന്റെ തത്വശാസ്ത്രം. Because I did zoology BSc. ഞാൻ സുവോളജി BSc ഞാൻ പഠിച്ചതാണ്. How can I keep the lion and the elephant together? അതേ സഹോദരൻ ഞാൻ എങ്ങനെ ചിന്തിക്കും? ഈ അതേ സഹോദരൻ എലിയും ആനയും ഇത് അതേ സഹോദരൻ എല്ലാം കൂടെ ഒന്നിച്ചെങ്ങനെയാ വരുന്നത്? How can I keep the rat and the cat together? അതേ സഹോദരൻ ഒരു പൂച്ചയെയും എലിയും എല്ലാം ഒന്നിച്ചെങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത്? But Noah was obedient. എന്നാൽ ദൈവത്തെ നോഹ അനുസരിച്ചു. God is God. ദൈവമാണ്. God is God. ദൈവമാണ്. What he say, I'll obey. ദൈവം എന്ത് പറഞ്ഞാലും നാം അനുസരിക്കണം. I don't use my sense. ഞാൻ അവന്റെ ബുദ്ധി പശ്ചാത്തലത്തിൽ ചിന്തിക്കാറില്ല. I have faith in my heart. അവന്റെ ഹൃദയത്തിനകത്തൊരു വിശ്വാസമുണ്ട്. I don't question God. ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയല്ല. I one day imagine like this. ഞാൻ ഒരിക്കൽ ഇങ്ങനെ അതേ സ്തോത്രം ചിന്തിച്ചു. And he went to the male elephant. ഞാൻ ഒരു വലിയ Noah went to male elephant. നോഹ ഒരു വലിയ കൊമ്പനാനെ എടുക്കാൻ ചെന്നു. Please come to the ark. Please come to my ark. ഇങ്ങനെ പറഞ്ഞു. ആ ആനയോട് പറഞ്ഞു നീ ഈ ആർക്കിലേക്ക് പട്ടണത്തിലേക്ക് വരിക. You know what the male elephant said? ഈ വലിയ ആന എന്ത് പറഞ്ഞു അറിയാമോ? Male elephant. ഈ അതേ സ്വന്തം മെയിൽ എലിഫന്റ് ഇങ്ങനെ പറഞ്ഞു. ആന എലിഫന്റ് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിന്റെ ബോക്സ് വരുന്നില്ല. ഞാൻ നിന്റെ വെട്ടകത്തിനകത്ത് വരുന്നില്ല. You know who I am? നിനക്ക് ആരാ ഞാനെന്ന് അറിയാമോ? I'm the king of the jungle. ഞാൻ വനത്തിലെ രാജാവാണ്. I won't come to the low caste cat and the dog. ഞാൻ ഈ വനത്തിലെ ഏറ്റവും തരംതാണ പട്ടികളൊക്കെ ഇരിക്കുന്ന അതിലേക്ക് ഞാൻ വരികയില്ല. You will give me dry grass. ഉണങ്ങിയ പുല്ല് നീ എനിക്ക് തരും. But I eat the grass from the tree. I break the tree and eat the food. പക്ഷെ ഞാൻ വലിയ മരത്തിൽ നിന്നൊക്കെയുള്ള പച്ചപ്പുല്ലുകൾ ആ പച്ച കഴിച്ച് ഞാൻ ഞാൻ വരുന്നില്ല. ഞാൻ അതുകൊണ്ട് ഈ ഉണക്കൾ അപ്പച്ചാ നിന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പച്ചോ നിന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. നോഹ എന്തിനെന്നറിയാമോ? അതേ സ്തോത്രം പെണ്ണാനയുടെ ചെന്നു. അതേ സ്തോത്രം എന്റെ വട്ടത്തിലേക്ക് വരിക എന്നോട് പറഞ്ഞു. മഴ വരുവാൻ പോകുന്നു. നിങ്ങൾ നശിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ഈ അതേ പട്ടണത്തിലേക്ക് വരിക, ദയവായി വരിക എന്ന് ഈ പെൺ ആനയോട് പറഞ്ഞു. ഈ പെണ്ണാന എന്ന് പറഞ്ഞാൽ അറിയാമോ? വരുന്നില്ല. ഞാനിതാ വരികയാണ്. നിങ്ങളെ അനുസരിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളെ അനുസരിപ്പാൻ ഞാൻ തീരുമാനിച്ചു. ഈ പെണ്ണാന പെട്ടകത്തിലേക്ക് കയറുവാൻ നടന്നു പോവുകയാണ്. ഈ കൊമ്പനാന പറഞ്ഞു
Rejoice, rejoice, rejoice. Because of highly favored by God. Hallelujah. Praise the Lord. My friend, what happened? What happened? God closed the ark. The rain came down. And the ark went up. Big tsunami, big tsunami. All the houses and cars, everything going like Japan. And they said, let us in Noah, let us in Noah, let us in. You know what Noah said? My friend, I tell you, God has a key. When God goes up, nobody can open it. The grace of door is open today. We are shouting like Noah. Repent, the Lord is coming back again. Repent, coming back again. You may mock at me today. You may mock at me today. You may mock at me, tease at me today like Noah. My brothers, in the days of Noah, so shall it be. So it be like Noah's time. As the rain came down that day, come in, Lord, come in, Lord. This ark is Jesus Christ. You know what the Bible says? The name of the Lord is a mighty tower. Namam balata durgam. No, this is a mount, a strong tower. You can run into the mountain. The tsunami has no power over you. You have that has no power over you. The earthquake may have no power over you. Earthquake has no power over you. The plague has no power over you. The plague, the pestilence, infectious disease. Yes, because you're safety and secured in the ark of God. Genesis chapter 39. Genesis chapter 39. Verse 2 and 3 says like that. The Lord was with Joseph, and he was prosperous man. He was in the house of the master Egyptian. His master thought the Lord was with him, and that he was made all that he did to prosper in his hand. Joseph found grace in the sight. Verse 4. Joseph found grace in his sight, and he served him, and he made him overseer over his house, and all that he had he put in his hand. Verse 20. Joseph's master took him and put him into the prison, a place where the king's prisoners were bound, and he was there in the prison. But the Lord was with Joseph and showed him mercy and gave him favor in the sight of the keeper of the prison.
അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. What is grace? What is grace? എന്താണ് കൃപ? എന്താണ് കൃപ? God is with us. ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നതാണ്. The Bible says God was with Joseph. എന്താണ് ബൈബിൾ പറയുന്നത്? ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. You know all the story about Joseph. നമുക്ക് യോസേഫിന്റെ ഈ കഥകളെല്ലാം അറിയാം. Maybe I preach about it tonight, but I want to see just like a testimony. Joseph was the beloved son of Jacob. അതേ സ്തോത്രം. യാക്കോബിന്റെ പ്രിയപ്പെട്ട പുത്രനായിരുന്നു യോസേഫ്. And the brothers hated him because he was good enough. He was a good man. So അതേ സ്തോത്രം. നല്ലൊരു മനുഷ്യനായിരുന്നു. So because his father loved him, തന്റെ പിതാവ് അവനെ വളരെ സ്നേഹിച്ചതുകൊണ്ട് the brothers got jealous of him. തന്റെ സഹോദരന്മാർക്ക് മുഴുവനും യവനോട് അസൂയ തോന്നി. They put him in the pit. അവർ അവനെ പൊട്ടക്കിണറ്റിലിട്ടു. They took him out of the pit. അവിടെ നിന്ന് എടുത്തു. They sold him to a pit. അവർ അവനെ വിൽക്കുവാനിടയായി തീർന്നു. You know what the Bible says? എന്താ ബൈബിൾ പറയുന്നത് അറിയാമോ? God was with him. ദൈവം അവനോട് കൂടിയിരുന്നു. My friend, I tell you, many of you are working. എന്റെ സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, Sometimes some people may jealous of you. ചില സമയങ്ങളിൽ ചിലർക്ക് നമ്മൾ അസൂയ തോന്നാം. They may put in a pit, my friend. നമ്മളെ അവർ പൊട്ടക്കിണറ്റിൽ ഇട്ടു എന്ന് വരാം. They may accuse you falsely, my friend. നമ്മളെ ഒത്തിരി കുറ്റം ചുമത്തി എന്ന് വരാം. But you must know one thing. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, God is with you. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ He make you the head, not the tail. അതേ സ്വന്തം അവനെ വാലല്ലോ അവനെ തലയാക്കുവാനിടയായി തീരും. The promotion never comes east or west or north or south. It comes from heaven. അതേ സ്വന്തം നമുക്ക് ഒരു സ്ഥാനക്കയറ്റം തെക്ക് നിന്നോ വടക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ അല്ല, മറിച്ച് ഉയർച്ച എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് ദൈവത്തിൽ നിന്നാണ്. He was very faithful in his work spot. അത് ജോലി ചെയ്തത് വളരെ വിശ്വസ്തനായിരുന്നു. Because he may be a slave, but God was with him. He became the master of the house. അതേ സ്തോത്രം. അവനെ ഒരു അടിമയായിരുന്നു, എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് ഇപ്പോൾ ആ വീട്ടിലെ യജമാനനായി അവൻ തീർന്നു. That's how the promotion come to you. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച കടന്നു വരുന്നത്. You maybe go as a driver, you become a director. അതേ സ്തോത്രം. നിങ്ങൾ ഒരുപക്ഷെ ഡ്രൈവറായിട്ടാണ് പോകുന്നത്, എന്നാൽ ദൈവം നിങ്ങളെ ഉയർത്തിയാൽ ദൈവം നിങ്ങളെ ഡയറക്ടർ ആക്കുവാനിടയായി തീരും. You may go as a peon, then you become a president. അത് നിങ്ങൾ ഒരുപക്ഷെ പിയുണായിട്ടായിരിക്കാൻ ജോലി ചെയ്യുന്നത്, എന്നാൽ ദൈവത്തിന്റെ ക്രമ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് അതിനെ മാനേജരാകുവാനിടയായി തീരും. You may go and join in the hospital like a patient, then you become a doctor. നിങ്ങൾ ഒരുപക്ഷെ ഒരു രോഗിയെ പോലെ ആയിരിക്കാൻ ചെന്ന് ചേരുന്നത്, എന്നാൽ വചനം വിളിച്ചു പറയുന്നു അവനെ ഡോക്ടറാക്കുവാൻ മതിയായ ദൈവം. Yes, my God is able. നമ്മുടെ ദൈവം ശക്തനാണ്. Say, my God is able. ഒന്നിച്ചു പറഞ്ഞാൽ നമ്മുടെ ദൈവം ശക്തനാണ്. My God is able. നമ്മുടെ ദൈവം ശക്തനാണ്. But something happened to Joseph in the house, in his work spot. അതവന്റെ Where is Salakal? Something happened in his work spot. അതെ അവന്റെ ജോലി സ്ഥലത്ത് ചെന്ന് സംഭവിച്ചു. The mistress fell in love with him. He wanted to love him. അതേ സ്തോത്രം. അവന് അതേ സ്തോത്രം. The mistress of the house. അതേ സ്തോത്രം. ആ വീട്ടിലെ Potiphar's wife. പോത്തിഫാറിന്റെ വൈഫിനെ അവനോട് ഇഷ്ടം തോന്നി. And she wanted to look at him and say, "Oh, how handsome guy he is." ആ മനുഷ്യനെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ പറയുക, എത്ര മനോഹരമായ സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ. I was tempting him all the time, tempting him in the work spot. അതേ സ്തോത്രം. മുഴുവൻ സമയങ്ങളും She's giving him temptation. ഇവർക്ക് ഇങ്ങനെ ടെംപ്റ്റേഷൻ വന്നുകൊണ്ടിരുന്നു. One day she told him, എന്താണ് അവിടെ പറഞ്ഞത്? "Come on, we'll commit sin. Come on, we'll commit sin. My husband is not in the house." അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവ് ഇവിടെയില്ല, നീ വന്ന് എന്നോട് ചേർന്ന് പാപം ചെയ്യുക. You know what he said? എന്താണ് അവൻ പറഞ്ഞത് അറിയാമോ? God made me the governor of this house. ദൈവം ഈ വീട്ടിലെ അധികാരിയായി അതെ നിയമിച്ചു. You may say your husband is not here. നീ ഒരുപക്ഷെ പറയും നിന്റെ ഭർത്താവ് ഇവിടെയില്ലെന്ന്. But I know one thing. എന്നാൽ എനിക്കറിയാം, I am not alone. God is with me. ഞാൻ ഈ ഭവനത്തിൽ ഒറ്റയ്ക്കല്ല, കാരണം എന്നോട് കൂടെ എന്റെ ദൈവമുണ്ട്. Because of that, I am elevated in this position. അതുകൊണ്ടാണ് ഞാൻ ഈ പദവിയിലേക്ക് കടന്നു വരുവാനിടയായത്. How can you do the wicked thing against God? അങ്ങനെ ദൈവം എന്നോട് കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഈ ദുഷ്ടത ചെയ്യുവാൻ കഴിയും? My friend, I tell you, എന്റെ സ്നേഹിതനെ ഞാൻ പറയട്ടെ, he was pulling his garment. അവളുടെ അവൻ മേലങ്കി പറിച്ചെടുത്തു. He left the garment and ran for her life. ആ മേലങ്കി
promotion I ready. Don't go and praise your boss. അതേ സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പ്രമോഷന് വേണ്ടി ബോസിനെ കടന്നു എന്ന് പുകഴ്ത്തരുത്. Don't obey him for anything. അതേ സ്തോത്രം. ബോസ് പറയുന്ന സകല കാര്യങ്ങളും പ്രമോഷന് വേണ്ടി ചെയ്യരുത്. If something is against God, ദൈവത്തിന് എഗനിസ്റ്റായ ഏതെങ്കിലും കാര്യം ചെയ്താൽ you can leave the job and run, my friend. ദൈവത്തിന്റെ ആ ജോലിയിൽ അതേ സ്തോത്രം ചെയ്യാൻ You can run from that place. അതേ സ്തോത്രം. ആ ദൈവത്തിന് ഇടമല്ലാത്ത പാപം ചെയ്യേണ്ടി വന്നാൽ നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഓടിക്കണം. Because the promotion comes from God. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കടന്നു വരുന്നത് സ്വർഗ്ഗത്തിൽ നിന്നാണ്. God will give you the money, my friend. Silver and gold belong to God. അതേ സ്തോത്രം. മുഴുവൻ ധനങ്ങളും മുഴുവൻ നന്മകളും ദൈവത്തിന്റേതാണ്. See, accuse him falsely. Potiphar's wife. ഈ പോത്തിഫാറിന്റെ ഭാര്യ He accused him falsely. ഈ മനുഷ്യനെ കുറ്റം ചുമത്തുവാൻ തുടങ്ങി. They put him in jail. അവനെ ജയിലിലേക്ക് ഇട്ടു. You know what the Bible says? ബൈബിൾ എന്ന് പറയുന്നറിയാമോ? God was with him. ദൈവം ജയിലിൽ അവനോട് കൂടെ ഉണ്ടായിരുന്നു. My friend, is not important. You have so much of money in the bank. അതേ സ്തോത്രം. എന്റെ സ്നേഹിതരെ, It's not important that you have so much of money in the bank. നമ്മുടെ ബാങ്കിൽ ഒത്തിരി പൈസ ഉണ്ട് എന്നുള്ളതല്ല പ്രാധാന്യത. It's not big thing. You have 5-bedroom house. അത് ഒരു പക്ഷേ നിങ്ങൾ 5 ബെഡ്റൂം ഉള്ള ഭവനത്തിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. It's not big thing. You have BMW car. ഒരു പക്ഷേ നമുക്ക് BMW കാർ കാണാം. You know what the greatest thing? You know what's the greatest thing in your life? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ കാര്യം എന്താണെന്നറിയാമോ? You live in His presence. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നതാണ്. God is with me. ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുക. God is with me. ദൈവം എന്നോട് കൂടെ ഇരിക്കുക. I will not do anything evil. ഞാൻ ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ ചെയ്യുകയില്ല. Because it is the grace brought me to London. കാരണം ദൈവത്തിന്റെ കൃപയാലാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നിരിക്കുന്നത്. It's the grace of God gave me education. ദൈവത്തിന്റെ കൃപയാണ് എനിക്ക് വിദ്യാഭ്യാസം നൽകിയത്. God gave me the job. ദൈവമാണ് ഈ ജോലി എനിക്ക് നൽകിയത്. God gave me the family. ദൈവമാണ് എന്റെ കുടുംബ ജീവിതം എനിക്ക് നൽകിയത്. How many things God has done to me? ദൈവമാണ് ഈ നല്ല നന്മകൾ എന്റെ ജീവിതത്തിൽ നൽകിയത്. How can I leave my God? എന്റെ ദൈവത്തെ എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? How can I hurt my God? എന്റെ ദൈവത്തെ എനിക്ക് എങ്ങനെ വേദനിപ്പിക്കാൻ കഴിയും? How can I disobey Him? എന്റെ ദൈവത്തെ എനിക്ക് എങ്ങനെ അനുസരിക്കാൻ ഇരിപ്പാൻ കഴിയും? That is grace, my friend. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ കൃപ എന്ന് പറയുന്നത്. One boy came to my pastor. Our church, 20,000 people in our church. Our pastor is a very holy man. അതേ സ്വന്തം ഒരു മനുഷ്യൻ ഒരു Our church in Chennai, our pastor is 20,000 people in our church. അതേ സ്വന്തം ചെന്നൈയിലുള്ള ഒരു സഭയുണ്ട്. 20,000 വ്യക്തികൾ ആ ചർച്ചയിൽ കടന്നു വരുന്നു. One boy went to our pastor. ഒരു പയ്യൻ ആ പാസ്റ്ററിലേക്ക് ചെന്ന് And he said like this. ഇങ്ങനെ പറഞ്ഞു, Pastor, can I go to theater to watch a movie? അതേ സ്വന്തം പാസ്റ്റർ, എനിക്ക് സിനിമാ തിയേറ്ററിൽ കടന്നുപോയി ഒരു പടം കാണാമോ? Lacha padam. നല്ല മനോഹരമായ ഒരു പടം. You know what pastor said? പാസ്റ്റർ എന്ന് പറഞ്ഞറിയാമോ? Go. പോവുക. On one condition. ഒരു കണ്ടീഷൻ ഉണ്ട്. If Jesus can come with you, you go. യേശു നിന്നോടൊപ്പം തിയേറ്ററിൽ വരുവാൻ കഴിഞ്ഞാൽ നീ യേശുമായിട്ട് പോകുക. He went to the theater. അവൻ ആ തിയേറ്ററിലേക്ക് പോയി. He pushed the first step into the theater. തിയേറ്ററിലേക്ക് അവൻ ചെന്ന് ആദ്യ സ്റ്റെപ്പ് എടുത്ത് വെച്ചു. And he asked God, ദൈവത്തോട് ചോദിച്ചു, please come with me, God. ദൈവമേ, അങ്ങ് എന്നോട് കൂടെ പോരണമേ. He came with me in the exam hall. നീ എനിക്ക് ഒരു പരീക്ഷയുടെ അവസരം നൽകി. അവസരം എന്നോട് വന്നു. അന്ന് എന്നോട് വന്നു. Intensive care unit, you came with me. എന്റെ ജീവിതത്തിലെ intensive care unit നീ എന്നോട് കൂടെ വന്നു. And every time you came with me. എന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും നീ എന്നോട് കൂടെ ഇരുന്നു. Please come with me. ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ എന്നോടൊപ്പം ഈ തിയേറ്ററിലേക്ക് You വരണം. know what God said? ദൈവം എന്താ പറഞ്ഞറിയാമോ? Do you know my name? നിനക്ക് എന്റെ പേരറിയാമോ? I'm holy. ഞാൻ വിശുദ്ധൻ. My name is holy. എന്റെ പേര് വിശുദ്ധൻ എന്നാണ്. You know my eyes? നിനക്കറിയാമോ എന്റെ കണ്ണ്? I cannot see the defiled thing. അതേ സ്തോത്രം. എന്റെ കണ്ണുകൊണ്ട് വൃത്തികേട് നോക്കുന്നില്ല. എന്റെ കണ്ണ് ഒരു അശുദ്ധിയും ദർശിക്കാൻ കഴിയത്തില്ല. I will not look at anything dirty. ദൈവത്തിന് അതേ അശുദ്ധമായി ഒന്നും നോക്കാൻ കഴിയത്തില്ല. Because I'm a holy God. കാരണം നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. You know what
നിനക്കറിയാമോ ഞാൻ എവിടെ ജീവിക്കുന്നു? I live in endless light. Endless light. ഞാൻ അതേ സ്തോത്രം ആകാശത്തിൽ സ്വർഗ്ഗത്തിൽ വസിക്കുന്നു. ചേരപ്പെടാതെ വഴി. Hallelujah. Praise the Lord. Endless light. Endless light. There is no end for the light. അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ ഞാൻ വസിക്കുന്നു. Now I cannot come with you, my son. അതുകൊണ്ട് എന്റെ മകനെ എനിക്ക് നിന്നോടൊപ്പം വരുവാൻ കഴിയില്ല. You know what the boy said? എന്താണ് ആ കുഞ്ഞ് പയ്യൻ പറഞ്ഞറിയാമോ? 364 days I obeyed you. 365 ദിവസം 64 ദിവസം ഞാൻ നിന്നെ അനുസരിച്ചു. This one day, 1 hour come with me. ഈ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ അങ്ങേക്ക് എന്റെ കൂടെ വരുവാൻ കഴിയത്തില്ലേ? I cannot come with you. ദൈവത്തിന് പറഞ്ഞുള്ളത് എനിക്ക് ഈ 1 മണിക്കൂർ നിന്നോടൊപ്പം വരുവാൻ കഴിയത്തില്ല. But my son, എന്റെ പ്രിയപ്പെട്ടവരെ, but God said, but my son, ദൈവം അവനോട് എന്റെ മകനെ I will wait for you. ഞാൻ നിനക്ക് വേണ്ടി അതേ സ്തോത്രം കാത്തുനിൽക്കാം. ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കാം. ഒരിക്കലും നിന്നെ കൈവിടുന്നില്ല. ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. I will wait for you. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. The boy started to cry. ഈ കുഞ്ഞ് അവൻ കരയുവാൻ തുടങ്ങി. He ran to pastor. അവൻ പാസ്വേഡിലേക്ക് ഓടിച്ചു. I never go to cinema theater. പാസ്വേഡിന് പറഞ്ഞു, പാസ്വേഡ് എനിക്ക് ഒരിക്കലും സിനിമ തിയേറ്ററിൽ പോകേണ്ട. Because my God will not come with me. കാരണം എന്റെ ദൈവത്തിന് എന്നോടൊപ്പം കടന്നു വരുവാൻ കഴിയുകയില്ല. My friend, I tell you. എന്റെ സ്നേഹിതനെ ഞാൻ പറയട്ടെ. You know what is holiness? എന്താ വിശുദ്ധി എന്നറിയാമോ? What God hates, he must hate. ദൈവം വെറുക്കുന്നതെന്തോ അത് നാം വെറുക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. What God loves, you must love. ദൈവം എന്ത് സ്നേഹിക്കുന്നുവോ അത് നാം സ്നേഹിക്കുന്നതാണ്. You know what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? He went to prison as a prisoner. അവൻ നോക്കുക യോസേഫ് അവൻ ജയിൽവാസിയെ പോലെ ജയിലിൽ പോയി. What was the promotion? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച അറിയാമോ? He became the jailer. അവനെ അതേ സ്വന്തം ജയിലറായി തീർന്നു. Say hallelujah. കർത്താവ് നന്ദി കരക്കാമോ? He went as a prisoner. അവനെ ഒരു ജയിലറായി തീർന്നു. He went as a prisoner. അവൻ ഇപ്പോൾ ജയിലാണെങ്കിൽ പോലും He's a kaidi. He's a prisoner. He became a jailer. അതേ സ്വന്തം അതേ സ്വന്തം ജയിലറായി തീർന്നെങ്കിലും Yeah, that will be a promotion, my friend. അത് അവന്റെ ജീവിതത്തിൽ ഒരു പ്രമോഷൻ ആയിരുന്നു. You may go as a prisoner. അത് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും ജയിൽവാസിയല്ലേ? You went as a prisoner. You became a jailer. അതേ സ്വന്തം ജയിലിൽ നിന്ന് ദൈവം അവനെ അത് ജയിലറാക്കി മാറ്റി. Because God is with him. കാരണം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. That is a promotion. അതാണ് ഉയർച്ച എന്ന് പറയുന്നത്. From the jail, ജയിലിൽ നിന്നും he went to the president of the nation. അതേ സ്വന്തം രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് ദൈവം കൊണ്ടുവരുവാനായി. That is great. That is great. അതാണ് ദൈവത്തിന്റെ മഹത്തായ പദവി. അതാണ് ദൈവത്തിന്റെ മഹത്തായ പദവി. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. If the grace of God is upon you, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. if you overcome sin in your life, പാപത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ജയിക്കാൻ കഴിഞ്ഞാൽ definitely God will exalt you, my friend. ദൈവം ഹല്ലേലൂയ സ്തോത്രം തന്റെ കിഴിവാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നവനാണ്. Because Bible says like this. All power is given to me. അത് സർവ്വ അധികാരവും നീ എനിക്ക് നൽകപ്പെട്ടു. The government shall be upon his shoulder. The government is upon the shoulder of our God. അതേ സ്തോത്രം ഗവൺമെന്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. He can give you the highest post. അതേ സ്തോത്രം ആ ഉന്നതമായ പദവി നൽകുവാൻ കഴിയും. He is willing. He is willing. He is willing. അതെ അതിൽ അവൻ റെഡിയാണ്. റെഡിയാണ്. Are you ready? Are you ready? നാം തയ്യാറാണോ? നാം തയ്യാറാണോ? My God is ready. നമ്മുടെ ദൈവം ശക്തനാണ്. Lastly, my friend. Lastly, അവൻ അവസാനമായി 1 Corinthians chapter 5, 15 verse 10. 1 കൊരിന്ത്യർ 15 അധ്യായം Verse 10 says like this. അതിന്റെ 10ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. It's a wonderful word. Everybody read that word. 1 Corinthians chapter 15 verse 10. അതിന്റെ 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 10ാമത്തെ വാക്യം. But by the grace of God I am what I am. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യുന്നം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവ
Say hallelujah. I am walking up in the grace of God. The grace God has given to me is not in vain. Keep it in your refrigerator. No, grace is given to you, my friend, to use it. That's what Paul says. Yes, I suffered much for God. It is not me. God's grace. My friend, I tell you, God gave grace to Moses. He gave all, supplied all his need. God gave grace to Noah to protect his family. God gave grace to Joseph for his promotion. Now God grace to Paul. You know for what? To suffer for God. To suffer for God. He said, I suffered a lot for God. Grace. My friend, when I study the life story of Paul, Jesus got 39 stripes only one time. Jesus only one time 39 stripes. 39 Paul 5 times. He was in the shipwreck. He was in the ocean for 3 days. People beat him with a rod. He dragged him through the street. Then they cut his head. And what he said? His grace is sufficient for me. Grace is sufficient for me. In my weak moments, in the when I'm weak, His power is manifested in my life. I know one thing. His grace is sufficient for me. There was a witchcraft lady. You can see a witchcraft lady. She is giving all kind of prophecy, false prophecy to people. She getting lot of money through that false prophecy. When she saw Paul and Silas, here he gave a correct prophecy. Yes, he said a correct prophecy. The great servants of God come to give us a way of salvation. Paul did not give an offering for the right.
പൗലോസ് അവർക്ക് ഒരു ഓഫറിംഗ് ദാനവും കൊടുത്തില്ല. Thank you for telling such a correct prophecy about me. എന്നെ കുറിച്ച് ഇത്ര നല്ല പ്രവചനം പറഞ്ഞുകൊണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞില്ല. What he said? എന്താ പൗലോസ് Satan, get out of this woman. യേശുവിന്റെ നാമത്തിൽ നീ അടങ്ങുക. ഇവനിൽ നിന്ന് ദുരാത്മാവിനെ അവൻ ശാസിച്ചകറ്റി. The demon left her. അവളിൽ ഉണ്ടായിരുന്ന ആ ദുരാത്മാവ് അവളെ വിട്ടുപോയി. The business is lost. അതേ സ്വന്തം ഇത് മുഖേനെ അവളുടെ കച്ചവടങ്ങളിൽ നിന്നു. And what they did? എന്താ ചെയ്തറിയാമോ? They took the coat out of Paul and they hit him with the rod. അതേ സ്വന്തം പൗലോസ്ലിഹായുടെ They took his coat out. അതേ സ്വന്തം അവരുടെ പുതപ്പ് കോട്ട എടുത്ത് They hit him. അവരെ അടിച്ചു. They hit him with the rod. അതേ സ്വന്തം ആ നിലയിൽ അവരെ അടിച്ചു. And they dragged him through the street. ആ നിലയിൽ അവരെ അടിച്ച് അതിനുശേഷം ആ സ്ട്രീറ്റിലൂടെ വലിച്ചു വെച്ചു. Then they put him in the jail. അതിനുശേഷം പൗലോസ്ലിഹായെ They leg upside down, leg up. They put his leg up and leg down. അതേ സ്വന്തം അവര് അതേ സ്വന്തം പ്രസംഗത്തിനകത്ത് Upside down. They tied him upside down. അവരെ തല തിരിച്ച് അവരെ നിർത്തി. And full of wounds in his body. അവരുടെ ശരീരം മുഴുവനും ഈ നിലയില് വ്രണങ്ങളായി വേദനകളായി. If you are there, what you will do? നിങ്ങൾ അവിടെ ആരെങ്കിലും എന്ത് ചെയ്യുമായിരുന്നു? If the Kerala pastors there, what you will do? അതേ സ്തോത്രം. If the Kerala pastors ഇന്ന് there, കേരളത്തിലെ പാസ്റ്റേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? they will call the lawyer for bail them out. They call the lawyer. അവര് അതേ സ്തോത്രം ഒരു വക്കീലിനെ വിളിക്കും. To bail him out. അതിനുശേഷം എനിക്ക് വേണ്ടി ജാമ്യം നടത്താൻ വേണ്ടി Some pastors who stand there to strike. കൊല്ലാതെ കൊല്ലാതെ ക്രിസ്തുവിനെ കൊല്ലാതെ. അതേ സ്തോത്രം. ചില പാസ്റ്റേഴ്സ് ഈ നിലയിലാണ്. They will go to strike against the chief minister. ഇവര് പോലീസിന്റെ ഉന്നത അധികാരികൾക്കെതിരെ ഇവര് സമരം വിളിക്കും. Paul and Silas. എന്നാൽ ഇവിടെ പൗലോസ്ലിഹ എന്താണ്? They know not of lawyers. അവൻ ഒരു വക്കീലിനെ കാണാൻ പോയില്ല. അവർക്കറിയാം, not of lawyers അറിയാം. അവർക്ക് നല്ല ഒരു വക്കീലിനെ അറിയാം. But they have a heavenly lawyer. ദൈവം സ്വർഗീയമായ ദൈവമാണ്, അഡ്വക്കേറ്റാണ്. They went to the heavenly lawyer. അതുകൊണ്ട് ആ സ്വർഗീയമായ അഡ്വക്കേറ്റിലേക്ക് ചെന്നു. That is Jesus Christ. അത് യേശുക്രിസ്തുവാണ്. He is pleading for us. ആ യേശുവിനോട് അവർ പറഞ്ഞു. You know what they did? എന്താണ് ചെയ്യുന്നറിയാമോ? How can they write the petition to heaven? അത് എങ്ങനെയാണ് സ്വർഗത്തിൽ